അണുക്കൾ നശിക്കുകയും ചെയ്യും. ഹലോ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ വീടുകളിൽ വെള്ള തോർത്ത്, അതുപോലെ തന്നെ കളറും മങ്ങിയ വെള്ള തുണികൾ, നല്ലതുപോലെ അഴുക്ക് കരിമ്പനൊക്കെ പിടിച്ചിരിക്കുന്ന തുണികൾ, വൈറ്റ് കളറിലെ തുണികളൊക്കെ കാണും. അപ്പം ഇതെങ്ങനെ നമുക്ക് പുതിയതുപോലെ ആക്കിയെടുക്കാം? ഇതിലെ അഴുക്കുകൾ കരിമ്പനും എല്ലാം കളഞ്ഞ്, ഞാനിപ്പോൾ ഈ കാണിക്കുന്ന തുണിയിൽ കണ്ടോ അഴുക്കും കരിമ്പനും ഒക്കെ ഇരിപ്പുണ്ട് നല്ലതുപോലെ. അപ്പോൾ ആ തുണിയിൽ ആ അഴുക്കുകളൊക്കെ കളഞ്ഞ് നമുക്ക് എങ്ങനെ ഇതിനെ നല്ല പുത്തൻ തുണിയാക്കി മാറ്റാം, അഴുക്കുകളെല്ലാം കളഞ്ഞിട്ടെന്ന് നമുക്ക് നോക്കാം. ഞാൻ അന്നേരം ഇവിടെ ഒരു പഴയ എൻ്റെ ഒരു ചെരുവം യൂസ് ചെയ്യാത്തത് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ച് അതിലേക്ക് കുറച്ച് നമ്മുടെ ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ അപ്പമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന സോഡാപ്പൊടി. അതുകൂട്ട് തന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന വിനാഗിരിയാണ് അതിനകത്ത് ഒഴിക്കുന്നത്. അതും നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അത് വെള്ളം നല്ല ചൂടായിട്ട് കിടക്കുന്നു. അത് കണ്ട വിനാഗിരി ഒഴിച്ചപ്പോൾ നല്ല ബബിള് പോലെയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി ഏതാണോ അത്, ഞാൻ ഇമ്പാക്റ്റ് എന്ന് പറയുന്ന സോപ്പ് പൊടിയാണ് ഇവിടെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സോപ്പ് പൊടിയാണ് കുറച്ച് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ഏത് സോപ്പ് പൊടിയാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് ഇതിലിട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വെള്ളം ഒരുവിധം നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അഴുക്ക് പറ്റിയ തോർത്ത് നമുക്ക് മുക്കി വെച്ച് കൊടുക്കാം. അന്നേരം ഞാൻ രണ്ട് തോർത്ത് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം ഹാഫ് വൈറ്റ് ആണ്, ഒന്ന് നല്ല വൈറ്റ് കളറിലേത്. ഇതിലൊക്കെ നല്ലതുപോലെ അഴുക്കും ചെളിയും എണ്ണ, നമ്മളെപ്പോഴും ഈ കുളിക്കാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ തോർത്ത് മുണ്ടയിലൊക്കെ നല്ലതുപോലെ എണ്ണമയം ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം വെള്ളം നല്ല ചൂടായതുകൊണ്ട് കൈയിട്ട് നമുക്ക് മുക്കാൻ പറ്റത്തില്ല അതിനകത്ത്. അതുകൊണ്ട് ഒരു തടിക്കഷ്ണം ഉപയോഗിച്ച് നമുക്കിതിനെ നല്ലതുപോലെ ആ തുണികളെ താഴ്ത്തി കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഇത് നല്ലതുപോലെ തിളയ്ക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരിക്കും ഇത് വെട്ടി തിളയ്ക്കണം. ഒരു 5 മിനിറ്റ് നല്ലതുപോലെ ഇത് നമുക്ക് തിളയ്ക്കാനായിട്ട് വെക്കാം. നല്ലതുപോലെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പം കാണിക്കാം നിങ്ങളെ. ആ നല്ലതുപോലെ തിള വന്നപ്പം തന്നെ ആ തോർത്തിൽ നിന്നൊക്കെ എന്തോരം ചെളി വന്നിട്ടുണ്ടെന്നുള്ളത് കാണാം. ചെളി തന്നെയല്ല, നമ്മുടെ ഈ തലയിലേക്ക് ഉള്ള എണ്ണ അങ്ങനെയുള്ളതെല്ലാം ഈ തോർത്തയിൽ പിടിച്ചിരിക്കും. അപ്പോൾ നല്ലതുപോലെ വെട്ടി തിളയ്ക്കുന്നത് കൊണ്ട് ചെളി അഴുക്കും കരിമ്പനും ഒക്കെ നല്ലതുപോലെ പോയി കിട്ടുക മാത്രമല്ല, അണുക്കൾ നശിക്കാനും ഇങ്ങനെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. നമ്മൾ വല്ലപ്പോഴുമൊക്കെ നമ്മളിങ്ങനെ കുളിക്കുന്ന തോർത്തുകൾ ഒക്കെ ഇങ്ങനെ ഇട്ട് തിളപ്പിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. നശിക്കും കണ്ടോ. ഞാനിത് ശരിക്കും തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തു. ആ വെള്ളത്തിലെ അഴുക്ക് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈറ്റിൻ്റെ ചെറിയ പ്രോബ്ലം ഉണ്ട് എനിക്ക് വീഡിയോ പിടിക്കുന്നിടത്ത്. അപ്പോൾ ആ തോർത്തിൽ ആദ്യം ഉണ്ടായിരുന്ന ചെളി എനിക്ക് തോന്നുന്നു ശരിക്കും കാണാൻ പറ്റിയിട്ടില്ലെന്ന് തോന്നുന്നു നിങ്ങൾക്ക്. ഞാൻ ഈ ഡ്രസ്സ് കഴുകിയതിന് ശേഷം ഇതിനകത്ത് ഉജാലയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ മുക്കുന്നില്ല കേട്ടോ. അത് അതുപോലെ തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഒരു ദിവസം വൈകിട്ടാണ് ഞാനിത് തിളപ്പിച്ചത് നല്ലതുപോലെ. എന്നിട്ട് ആ ഒരു നൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടാണ് ഞാൻ ഈ തുണി കഴുകുന്നത്. ആ തുണിയിൽ നിന്ന് വന്നിരിക്കുന്ന എണ്ണമഴക്കും അഴുക്കും നിങ്ങൾ കണ്ടോ എന്തോരം ആ വെള്ളത്തിലുണ്ടെന്ന്. ഒരു പഴയ ഇങ്ങനൊരു ചെരുവ ഞാൻ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുക. വല്ലപ്പോഴും ഒക്കെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. തോർത്ത് തന്നെയല്ല, നമ്മൾ ഈ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന തുണി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ തിളപ്പിച്ച് ഞാൻ എടുക്കാറുണ്ട്. ഇങ്ങനെ വളരെ നല്ലതാണ്. അന്നേരം ഇത് നമുക്ക് ഇനിയൊന്ന് നല്ലതുപോലെ കഴുകിയെടുക്കാം. ഈ തുണി കഴുകുമ്പോൾ നമ്മൾ ഒത്തിരി ഇട്ടു. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നല്ലതുപോലെ 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഒരു നൈറ്റ് മുഴുവൻ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഇത് വൃത്തിയാക്കി എടുക്കുന്നത്. അന്നേരം ഒത്തിരി ഇട്ട് ഉരയ്ക്കും ഒന്നും ചെയ്യണ്ട. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചിട്ട് നമുക്കിത് ആ വെള്ളം ഞാൻ കളയുമ്പോൾ ആ വെള്ളത്തിനകത്ത് എന്തോരം അഴുക്കുണ്ടെന്ന് വീഡിയോയിൽ ഇത് എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ശരിക്കും അഴുക്കുണ്ടായിരുന്നു ആ 2 തുണിയിൽ. എണ്ണമഴക്കും ഒക്കെ ആയി പോകുന്നത് നിങ്ങൾ കാണുന്നത്. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഗ്ലൗസ് ഒന്നും ഉപയോഗിച്ച് കഴുകേണ്ട ആവശ്യമില്ല. നമ്മളുടെ എന്നാ പറയുന്നത് കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സോഡാപ്പൊടിയാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. പിന്നെ അച്ചാറുണ്ടാക്കുന്ന വിനാഗിരി, ഇതൊക്കെ നമ്മൾ കഴിക്കുന്ന സംഭവങ്ങളാണ്. പിന്നെ സോപ്പ് പൊടി.
അപ്പോൾ അത് നല്ലതുപോലെ കഴുകി തേണ്ട ഞാൻ അയലിട്ടിട്ടുണ്ട്. കണ്ടോ, എൻ്റെ തോർത്തിൻ്റെ കളറ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും. നല്ലതുപോലെ വെളുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഉജാലയൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇതിന്. ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തോർത്തുകൾ നല്ലതുപോലെ വെളുത്ത് നമ്മുടെ തോർത്തിലെ അഴുക്കെല്ലാം പോകും. അതുപോലെ തന്നെ അണുക്കൾ നശിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി നല്ലതാണ്. ഇതുപോലെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.